നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കെ ശൈലജ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് CPM വൃത്തങ്ങൾ ശക്തമായ സൂചന നൽകുന്നു. തൻ്റെ മണ്ഡലമായ മട്ടന്നൂരിൽ നിന്ന് തന്നെയായിരിക്കും കെ ശൈലജ മത്സരിക്കുകയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 2 തവണ മത്സരിച്ചവർക്ക് ഇനി സീറ്റില്ല എന്ന നിബന്ധന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM പാലിക്കില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കാരണം 3-ാം തവണയും ഭരണം പിടിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് CPM-ഉം ഇടതുമുന്നണിയും മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള MLA-മാരിൽ പലരെയും വീണ്ടും മത്സരിപ്പിക്കുമെന്ന് തന്നെയാണ് സൂചന. കാരണം ആ സ്ഥാനത്ത് പുതിയൊരാളെ കൊണ്ടുവന്നാൽ ഒരുപക്ഷെ വിജയിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതുകൊണ്ട് കെ ശൈലജയും മട്ടന്നൂർ സീറ്റിൽ നിന്ന് വീണ്ടും മത്സരിക്കും. എന്തുകൊണ്ടാണ് ശൈലജയെ വീണ്ടും മത്സരിപ്പിക്കുന്നത്? അവിടെയാണ് CPM-ലെ ചില അന്തർനാടകങ്ങളുടെ ട്വിസ്റ്റ്. കെ ശൈലജയെ ഇനി വെറും MLA ആയിട്ട് ഇരുത്താനാണോ അടുത്ത തവണ ഭരണം കിട്ടുകയാണെങ്കിൽ? അങ്ങനെയല്ല, മറിച്ച് പിണറായിയുടെ പിൻഗാമി തന്നെ ആക്കാൻ വേണ്ടിയിട്ടാണ് ശൈലജയോട് വീണ്ടും മത്സരിക്കാൻ പറഞ്ഞതെന്നാണ് ഇപ്പോൾ CPM-ലെ ചില കേന്ദ്രങ്ങൾ നമ്മൾക്ക് നൽകുന്ന സൂചന. പിണറായി വിജയൻ 2026 തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കും, മുന്നണിയെ നയിക്കും. ഭരണം കിട്ടുകയാണെങ്കിൽ അദ്ദേഹം തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി. അക്കാര്യത്തിൽ രണ്ടാമതൊരു വാക്കേയില്ല. എന്നാൽ 2026 ശേഷം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് 2031 വരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ കഴിഞ്ഞില്ല എങ്കിൽ കെ ശൈലജയായിരിക്കും അതിന് പകരം വെക്കേണ്ടതെന്നുള്ളൊരു ചർച്ച CPM-ൽ ഇപ്പോൾ സജീവമാണ്. എന്ന് വെച്ചാൽ 2026 മുഖ്യമന്ത്രി സ്ഥാനം പിണറായി ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ഒരുപക്ഷെ അധികം നാൾ, ഏതാണ്ട് 5 വർഷം ആ സ്ഥാനത്ത് പൂർത്തിയാക്കിയേക്കില്ല എന്നുള്ള സൂചന ചില CPM കേന്ദ്രങ്ങൾ നൽകുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമോ അല്ലെങ്കിൽ വ്യക്തിപരമായ തീരുമാനമോ ഒക്കെ ആയിരിക്കാം. ഏതായാലും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം മാറേണ്ട ഒരു അവസ്ഥ ആ സമയത്ത് സംജാതമാവുകയാണെങ്കിൽ രണ്ടാമത്തെ ആൾ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിയോഗിക്കപ്പെടുന്നയാൾ കെ ശൈലജ തന്നെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അത്തരത്തിലുള്ളൊരു മുന്നൊരുക്കം CPM-ൽ രഹസ്യമായി നടന്നു വരുന്നുണ്ടെന്നും ശക്തമായ സൂചനയുണ്ട്. MV ഗോവിന്ദനെ പോലൊരാൾ ആ ഒരു സ്ഥാനത്തേക്ക് ഒരു മത്സരാർത്ഥിയാണെന്നൊക്കെ തോന്നിപ്പിച്ചെങ്കിലും പിണറായിയുടെ പിന്തുണ അക്കാര്യത്തിൽ ശൈലജയ്ക്കായിരിക്കുമെന്നുള്ള സൂചനയാണ്. പിണറായിയുടെ മാത്രമല്ല, പാർട്ടിയുടെ മൊത്തം പിന്തുണ ശൈലജയ്ക്കായിരിക്കുമെന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്നും നൽകുന്നത്. CPM-ന് ഇപ്പോൾ കൃത്യമായൊരു 2-ാം നിരയുണ്ട്. KN ബാലഗോപാലിനെ പോലെ, MB രാജേഷിനെ പോലെ, മുഹമ്മദ് റിയാസിനെ പോലെ ഒരു കൃത്യമായ 2-ാം നിരയെ രൂപീകരിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കഴിവായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. മറ്റു പാർട്ടികളിൽ നിന്ന് വിഭിന്നമായി, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നൊക്കെ വിഭിന്നമായി കൃത്യമായൊരു 2-ാം നിരയെ വാർത്തെടുക്കാൻ CPM-ന് കഴിഞ്ഞു എന്ന് അവരുടെ വിമർശകർ പോലും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2026 ഭരണം ലഭിച്ചാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി പിണറായി ഒഴിയേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ, അതൊരു സാങ്കല്പികമാണെങ്കിൽ പോലും അദ്ദേഹം ഒഴിയേണ്ട സാഹചര്യം വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വളരെ സീനിയറായിട്ടുള്ള ആളുണ്ടാകും. അല്ലെങ്കിൽ അതുകൊണ്ടാണ് കെ ശൈലജയെ മത്സരിപ്പിക്കുന്നത് എന്നാണ് ഇപ്പോൾ CPM-ൽ നിന്ന് ലഭിക്കുന്ന സൂചന. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ അടുത്ത തവണ മത്സരിക്കാൻ സാധ്യതയില്ല. കാരണം 2001-ലും 2006-ലും 2011-ലും പിണറായി വിജയൻ നിയമസഭയിലേക്ക് മത്സരിച്ചില്ല. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ. കാരണം സംസ്ഥാന സെക്രട്ടറിയാണ് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ MV ഗോവിന്ദൻ തവണ നിയമസഭയിലേക്ക് മത്സരിക്കില്ല. 2026 തെരഞ്ഞെടുപ്പിൽ MV ഗോവിന്ദൻ നിയമസഭയിലേക്ക് മത്സരിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ കെ ശൈലജ മത്സരിക്കുമ്പോൾ പിന്നെ പിണറായി കഴിഞ്ഞാൽ ഏറ്റവും അധികം ട്രാക്ക് റെക്കോർഡുള്ളതും പ്രമുഖ നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗമടക്കമുള്ള പദവിയിൽ വഹിച്ച നേതാവ് പിന്നെ കെ ശൈലജയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പിണറായി മാറുന്നൊരു സാഹചര്യം ഉരുത്തിരിയുകയാണെങ്കിൽ കെ ശൈലജ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും. അതിനുള്ള തയ്യാറെടുപ്പ് കൂടെയാണ് അവരെ മട്ടന്നൂരിൽ നിന്നും 2026 വീണ്ടും മത്സരിപ്പിക്കുന്നത് എന്നുള്ളൊരു ചർച്ച CPM-ൽ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സൂചനകൾ ആ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നു. ഏതായാലും 2026 തെരഞ്ഞെടുപ്പിൽ പിണറായി മത്സരിക്കുകയും അദ്ദേഹം മുഖ്യമന്ത്രി ആവുകയും ചെയ്താൽ ഒരുപക്ഷെ കാലാവധി തീർക്കാൻ കഴിയാത്തൊരവസ്ഥ സംജാതമാവുകയാണെങ്കിൽ കെ ശൈലജയ്ക്ക് പകരം മറ്റാരും ഉണ്ടാകില്ല ആ സ്ഥാനത്തേക്കെന്നുള്ള സൂചന CPM ഇപ്പോൾ തന്നെ നൽകുന്നുണ്ട്.